നമസ്കാരം. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടത്. 20 വർഷ കാലയളവിൽ 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഇതിൽ ഭൂരിഭാഗം സ്ത്രീകളുടെയും യുവതികളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതുമായിരുന്നു. ഇവർ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്തിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ മണ്ണുമാറ്റിയുള്ള പരിശോധനയ്ക്ക് നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നുമുണ്ട്. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിൻ്റെ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം SP-ക്ക് പരാതി നൽകി. 2003 ആണ് അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന സഹപാഠികളെ കാണാനായി എത്തിയപ്പോഴായിരുന്നു അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. അന്ന് പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. അതിനിടെ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് വിഷയത്തിൽ വനിതാ കമ്മീഷൻ ഇടപെടുകയാണ്. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി ആവശ്യപ്പെട്ടു. ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷിക്കാൻ DGP പ്രണാബ് മുഖന്തി IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഈ ചർച്ചയിൽ ഞങ്ങളുടെ കാസർഗോഡ് റിപ്പോർട്ടർ KV ബൈജു തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം റിട്ടയേർഡ് SP സക്കറിയ ജോർജ്, ശ്രീ മനാഫ് ആക്ഷൻ കമ്മിറ്റി അംഗമാണ്, ശ്രീ വിനോദ് മേക്കോത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, ഒപ്പം ജയന്ത് T ആക്ഷൻ കമ്മിറ്റി അംഗം ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി KV ബൈജുവിലേക്ക് തന്നെയാണ്. ബൈജു, ഈ വിവരം, അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും അധികം വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ന്യൂസ് 18 ആയിരിക്കും. അത് ഫോളോ ചെയ്യുന്നത് താങ്കളാണ്. ഇപ്പോൾ ഈ അനന്യയുടെ മരണവുമായി ബന്ധപ്പെട്ടടക്കം പരാതി ഉയരുമ്പോൾ ഇതുവരെയുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള ഡേറ്റകൾ എത്രത്തോളം ഗൗരവതരമാണ്, എത്രത്തോളം ഞെട്ടിക്കുന്നതാണ്? അഭിലാഷ്, തീർച്ചയായും ഈ ശുചീകരണ തൊഴിലാളി മാത്രം വെളിപ്പെടുത്തിയത് 100ഓളം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുളിച്ച് താൻ മൂടാൻ നിർബന്ധിതനായി എന്നാണ്. അതിനുമപ്പുറം വിവരാവകാശ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ഒരു കണക്ക്, അതിൽ 485 പേർ, അതായത് 2021 വരെ 10 വർഷത്തിനിടെ മാത്രം ഈ പ്രദേശത്ത് നിന്ന് കാണാതായതിന്, അത് കാണാതായതുകൊണ്ട് അസ്വാഭാവിക മരണത്തിനുണ്ട്, അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ കൊലപാതകം എന്ന നിലയിലില്ല, അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേർ ഇവിടെ മരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഏതായാലും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും കൃത്യമായി അദ്ദേഹം തെളിവിനായി ഒരു തലയോട്ടി എടുക്കുന്നു, ആ ഒരു മൃതദേഹാവശിഷ്ടമായ തലയോട്ടി എടുക്കുന്നു. അതിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് എടുത്തു പറയേണ്ടത്, അഭിലാഷ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ എവിടെ പോയി മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു സ്ഥലത്ത് പോകാൻ, പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ഈ ചർച്ചയിലുണ്ട്. രാത്രി സമയങ്ങളിൽ ഇവിടെ തങ്ങുന്നത് അപകടകരമാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ടൗണിൽ പോയി വീഡിയോ ചിത്രീകരിക്കുന്നത് അപകടമാണ്. അപ്പോൾ ഇപ്പോഴും ഒരു വലിയ ശക്തി ക്രിമിനൽ സംഘങ്ങൾ അവിടെ ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണത്. വളരെ ബുദ്ധിമുട്ടിയാണ് ദൃശ്യങ്ങൾ എടുത്തത്. ആ നേത്രാവതി പുഴ എന്ന് ഉണ്ട്, അവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ, ഈ ശുചീകരണ തൊഴിലാളിയുടെ ആ പരാതിയിൽ തന്നെ കാണാം, ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ അടിഞ്ഞ് വരുന്നത് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഇതെന്താണ് എന്നൊരു ഇത് വന്നത്. പിന്നീടാണ് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചിടാൻ ഇയാൾ നിർബന്ധിക്കപ്പെട്ടതും. അത് നേത്രാവതി പുഴയുടെ ദൃശ്യം എടുക്കണം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ഇറങ്ങി എടുക്കുമ്പോൾ തന്നെ വലിയൊരു തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ഇത്തരത്തിൽ നമ്മളെ നിരീക്ഷിക്കാനും അല്ലെങ്കിൽ നമ്മൾ തടയാനുമായി ഉണ്ടായിരുന്നു. അവിടുന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. നേരത്തെയും മാധ്യമ പ്രവർത്തകർക്ക് അവിടുന്ന് മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥലം, അതും നമുക്ക് കാസർഗോഡിനോട് തൊട്ടടുത്ത് 100 കിലോമീറ്റർ മാത്രം അകലെയുള്ള ധർമ്മസ്ഥല. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ആ മണ്ണിനടിയിൽ ഒളിഞ്ഞു നിരന്തരം നമ്മൾ ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായൊക്കെ എത്തുന്ന പ്രദേശമാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രദേശമായിക്കൊള്ളട്ടെ, പക്ഷേ അവിടെയൊന്നും ഒരു ദുരൂഹതയുടെയും ആവശ്യമില്ല. അങ്ങനെ ഒരു ദുരൂഹത ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ബൈജു സംസാരിക്കുന്നത് 2025 എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രാധാന്യം. ഇവിടെ ഇതാ ഈ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള
വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം അതിക്രമിക്കുകയാണ്. അത്തരം മാധ്യമ ശ്രമങ്ങൾ അടക്കം തടയപ്പെടുന്നു എന്നാണോ ബൈജു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് തന്നെയാണ് അഭിലാഷ. അവിടെ പോയി ഒരു മാധ്യമ പ്രവർത്തനം നടത്താൻ ഇപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ റിസ്ക് എടുത്ത് സ്വന്തം ജീവൻ പോലും അപകടപ്പെടും എന്ന രീതിയിലാണ് അവിടെ മാധ്യമ പ്രവർത്തനം നടത്തിയത്. അതും ഇതിന്റെ ഒരു നഗരഭാഗത്ത് നിന്ന് നമുക്ക് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ഒന്നും കഴിയാത്ത രീതിയിൽ വലിയ തോതിലുള്ള ഗുണ്ടാ സംഘങ്ങൾ, അത് നേരിട്ട് ഞാൻ സാക്ഷിയായതാണ് ആ കാര്യത്തിന്. വലിയ സംഘങ്ങൾ അവിടെ ഉണ്ട്. അത് പല വേഷങ്ങളിലുണ്ട്, പല വിഭാഗങ്ങളായി ഉണ്ട്. ഭിക്ഷാടനത്തിന് ഇരിക്കുന്നവർ വരെ ഈ സംഘത്തിന്റെ കണ്ണികളാണ്. ഓട്ടോ ഓടിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഡി ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ഡി ഗ്യാങ്. ഈ കുറെ നാളുകളായി ഇവർക്ക് ഒന്നും ശബ്ദിക്കാൻ കഴിയാത്തൊരു അവസ്ഥ, മാധ്യമങ്ങൾ പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ. അങ്ങനെ ഒരു സമയത്താണ് ഈ മനാഫ് നമ്മളെ ബന്ധപ്പെടുന്നതും. മനാഫ് പ്രത്യേകിച്ച് കർണാടകയിൽ നേരത്തെ താമസിച്ച് കർണാടകത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. മാത്രമല്ല ശിരൂറുമായി മനാഫിന്റെ ഒരുപാട് വാർത്തകൾ കണ്ടതുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റി മനാഫിനെ ബന്ധപ്പെടുന്നത്. അങ്ങനെ മനാഫ് അറിയിച്ചതിനെ തുടർന്നാണ് നമ്മൾ അവിടെ പോകുന്നതും. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഈ വീടുകളിലൊക്കെ അവരുടെ കണ്ണുകളിലൊക്കെ നമുക്ക് കാണാം അത്രത്തോളം ഭയപ്പാടോടുകൂടി ഒരുപാട് ആളുകൾ. ജയന്ത്, നമ്മളെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയന്തിന്റെ സഹോദരിയെ പോലും കൊല്ലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അത് കയ്യും കാലും കെട്ടിയിട്ട നിലയിൽ നേത്രാവതി പുഴയിൽ നിന്നാണ് ആ കുട്ടിയുടെ 16 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നത്. അത് ഒരു ആത്മഹത്യ എന്ന തരയിലാണ് FIR ഉള്ളത്. 2015 ശേഷമാണ് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ അവിടെ വരുന്നത്. പോലീസിന് ഇപ്പോഴും മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും വിധേന റിപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒരു സുരക്ഷയും ഈ പ്രദേശത്ത് ഇപ്പോഴുമില്ല. ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് ഈ വാർത്തകൾ കണ്ട്. പലർക്കും ഇത്തരം അനുഭവങ്ങളുണ്ട്, പലർക്കും പല കഥകളും അറിയാം. പക്ഷെ ആരും തന്നെ ഇത് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതിൽ എന്തായാലും ഇതൊരു വേറെ ടെറിട്ടറിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ. നമ്മുടെ പോലീസ് സേനയ്ക്കോ നിയമ സംവിധാനത്തിനോ ഒക്കെ കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ടെറിട്ടറിയായി അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ, അങ്ങനെയല്ല. പോലീസും അത്തരം സംവിധാനങ്ങളൊക്കെ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ്. അതായത് എതിർ ശബ്ദങ്ങളെ ഏത് രീതിയിലാണോ അടിച്ചമർത്തേണ്ടത് അത് കൃത്യമായ ആ രീതിയിൽ, അത് കൊലപ്പെടുത്തണമെങ്കിൽ കൊലപ്പെടുത്തും. അത് സാക്ഷികൾ പോലും കൊലപ്പെടുത്തും. ഇതിൽ ഏറ്റവും വഴിത്തിരിവായത് എടുത്തു പറയേണ്ടത് സൗജന്യ വധക്കേസാണ്. 2012 ഒരു കുട്ടി സ്കൂൾ വിട്ട് യൂണിഫോമോടുകൂടി വരുമ്പോൾ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നു. ആ കേസ്, അതിനുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി, ജസ്റ്റിസ് ഫോർ സൗജന്യ, അതിപ്പോ ധർമ്മസ്ഥലം എവിടെ പോയാലും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദമാണ്. ആ ഒരു കേസും അതും ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭവുമാണ് വലിയ ആക്ഷൻ കമ്മിറ്റി ആയത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കണമെന്ന് വരുന്നുണ്ട്. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചത് തന്നെ ഇപ്പോൾ CBI ഉദ്യോഗസ്ഥരുടെ സൗജന്യ കേസ് സംഭവിച്ചത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ തുടർന്ന് വലിയ തോതിലുള്ള അന്വേഷണം എന്ന മട്ടിലൊരു അന്വേഷണം നടക്കുന്നു. അവിടെ ഒരാൾ അറസ്റ്റിലാവുന്നു, അയാൾ ശിക്ഷിക്കപ്പെടുന്നു. ശിക്ഷാ കാലയളവിൽ അയാൾ നിരപരാധിയാണ് എന്നറിഞ്ഞ് പുറത്തു പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊരാളെ തന്നെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ തന്നെ തയ്യാറാക്കി നൽകിയതാണോ എന്ന് പോലും സംശയിക്കണ്ടേ? അഭിലാഷ്, ആ കാര്യത്തിൽ കുടുംബം വരെ ആരോപിക്കുന്നത് അതൊരു നിരപരാധിയെ ഇത്തരത്തിലെ കേസിൽ കുടുക്കിയതാണെന്നാണ്. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കാണാമറിയത്ത് അല്ലെങ്കിൽ പുറത്താണ്. അതിൽ സാക്ഷിയായി വന്ന 4 പേരും ഇന്ന് ജീവനോടെ ഇല്ല. ആരൊക്കെ ഇത്തരത്തിൽ കേസുകളിൽ ശബ്ദിക്കുന്നുവോ അവർ പിന്നീട് അവരെ കാണാനില്ല. അത് കൊല്ലപ്പെടും. അത് വാഹനമിടിച്ചാകാം, വിഷം അകത്തിയെന്നാവും, പലതരത്തിൽ കൊല്ലപ്പെടും. ആ കേസിൽ ഒരു നിരപരാധിയെയാണ് ഇത്തരത്തിൽ കുടുക്കിയെന്നാണ് കുടുംബം വരെ പറയുന്നത്, ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്. അതിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നതോടുകൂടി ഒരു നിരപരാധിയെ ഇത്തരത്തിൽ കൊടുക്കുകയും പിന്നീട് കോടതി തന്നെ അത് നിരപരാധിയാണെന്ന് കണ്ട് വിചാരണ തടവുകാരനായി 9 വർഷത്തോളം ഇയാൾ ജയിലിൽ കഴിയേണ്ടി വന്നു. അവസാനം ഇയാൾ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ഈ സൗജന്യ കേസിലെ പ്രതികളെ പിടികൂടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നതും. അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ വീണ്ടും പരാതിയുമായി രംഗത്ത് വന്ന അത് ഒരു CBI ഉദ്യോഗസ്ഥയുടെ മകളാണ്. അത്തരത്തിലുള്ള ഒരാൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. അവരുടെ മകൾ അവിടെ സഹപാഠികൾക്കൊപ്പം എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർക്കും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇവർ ഒരു 3 മാസം കോമ സ്റ്റേജിലായിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഞാൻ അവരെ നേരിട്ട് കണ്ടതാണ്. അവർ ഇപ്പോഴും ധർമ്മസ്ഥലയിൽ ഒരു വീട്ടിലുണ്ട്. ആ വീട്ടിൽ അവരെ ഈ നീതിക്കായി മകളെ കാത്ത്
അല്ലെങ്കിൽ മകളുടെ എന്തെങ്കിലും സംഭവിക്കുന്ന അതിനുള്ള ഉത്തരവാദികളെ നിയമത്തിൽ കൊണ്ടുവരാൻ ഇപ്പോഴും പോരാടുകയാണ്. ആ വലിയ തോതിൽ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇപ്പോൾ ശബ്ദിക്കാൻ തുടങ്ങി. എന്തായാലും വലിയ താമസമില്ലാതെ ഈ ആളുകളൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മംഗളൂരു ദക്ഷിണ കന്നഡ SP കെ അരുൺ, അദ്ദേഹത്തെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം നേരത്തെ സേവനമനുഷ്ഠിച്ച ജില്ലകളിലൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ കേസ് കൃത്യമായി പരിശോധിക്കുന്നു. അത് ആക്ഷൻ കമ്മിറ്റിക്കും വലിയ വിശ്വാസമുണ്ട്. മാത്രമല്ല DGPയുടെ മേൽനോട്ടത്തിൽ, കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം ഉണ്ടായാൽ ഈ പ്രതികളെല്ലാം പിടിക്കപ്പെടും. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ എത്രയും വേഗം പരിശോധന നടത്തണം. എത്ര പേർ ആ മണ്ണിനടിയിൽ ഇത്തരത്തിൽ മരിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ആക്ഷൻ കമ്മിറ്റി പ്രധാനമായും പറയുന്നത് ഇവർക്ക് അന്ത്യകർമ്മം പോലും ചെയ്യാൻ കഴിയാതെ ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ മണ്ണിനടിയിലൊക്കെ ഉണ്ട്. 1.5-2 കിലോമീറ്ററിനകത്താണ് ഇതെല്ലാം ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുള്ളത്. നമ്മൾ ആ സ്ഥലത്ത് പോയതാണ്, വലിയ റിസ്ക് എടുത്ത് അവിടെ പോയതാണ്. ഇതൊന്ന് കൃത്യമായ ഒരു ചിത്രം അറിയാൻ വേണ്ടി തന്നെയാണ് ആ പ്രദേശത്ത് പോയതും. തീർച്ചയായും ഞാൻ ബൈജുവിലേക്ക് എത്താം. ഇപ്പോൾ ബൈജു തന്നെ സൂചിപ്പിച്ച ശ്രീ ജയന്ത് ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ ജയന്ത്, ഒരുപക്ഷെ താങ്കളോട് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് പോലും സങ്കടകരമാണ്. ഒരുപക്ഷെ ആ മുറിവൊക്കെ ഉണങ്ങി വരുന്ന ഒരു സമയമായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഒരു സഹോദരി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണല്ലോ. എന്തായിരുന്നു ആ സംഭവം എന്ന് വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ശ്രീ ജയന്ത്, കേൾക്കാമെങ്കിൽ. കേൾക്കാം പറയൂ സാർ. ഇന്നിപ്പം നല്ലൊരു ഇതെന്ന് പറഞ്ഞെങ്കിൽ അനന്യ ഭട്ടിന്റെ അമ്മ ഇന്ന് സുജാത ഇന്ന് മംഗലാപുരം SP ഇപ്പം പരാതി കൊടുത്തിട്ട് വന്നു. അതിന്റെ പ്രകാരമായിട്ട് ഇപ്പം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഇന്നിപ്പം FIR ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ ആരൊക്കെ അവരവിടെയൊക്കെ കാണാതായിട്ടുണ്ട്, അവർക്കെല്ലാം പരാതി കൊടുക്കാമെന്നുള്ള ഒരു വ്യവസ്ഥയും കൂടി എത്തിയിട്ടുണ്ടെന്ന് നമുക്കിപ്പം പറയാം. ഒത്തിരി വർഷം കൊണ്ട് ഇവിടെ വന്ന് പരാതി കൊടുക്കാൻ പോയപ്പോ അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തില്ല. അവരെ ഓടിച്ചു വിട്ടെങ്കിലും അടിച്ചു വിട്ടെങ്കിലും മർദ്ദിച്ചെങ്കിലും നേരായിട്ട് ഇപ്പം വന്നിട്ട് നേരായിട്ട് മംഗലാപുരം SP ക്കാന്നേലും ഒരു പരാതി കൊടുക്കാം. ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ഈ ഒരു പുള്ളി പറഞ്ഞല്ലോ ഇപ്പൊ അവിടെ ഒത്തിരി ആൾക്കാരെ മർഡർ ചെയ്ത് കൊല ചെയ്തെന്നൊക്കെ. എവിടെയെങ്കിലും ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റിങ് കഴിയുമ്പോൾ ഈ പരാതി കൊടുത്തവരെ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് അവരുടെ ബ്ലഡ് ആയിട്ട് അങ്ങനെ ടെസ്റ്റ് തീർച്ചയായും അങ്ങനെ DNA പരിശോധനയിലൂടെ ഈ പരാതിക്കാരുടേതാണോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനമുണ്ട്. അതെ അത് ചെയ്യുന്നവർ ഇതാക്കി നടന്നുകൊണ്ടുണ്ട്. ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ടുണ്ട്. റൈറ്റ്. ഈ താങ്കളുമായി ബന്ധപ്പെട്ട ഈ സംഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ നടന്നത്? സാർ, ഇത് എന്റെ കുടുംബത്തെ പത്മനാഭ 1987 86 ഡിസംബറിൽ കാണാതെ 87 മൃതദേഹം കിട്ടുന്നത്. അത് കയ്യും കാലും കെട്ടിയായിട്ട്, അത് അസ്ഥി കൂടാ കിട്ടിയത്. അതിനകത്തൊരു വാച്ചും പിന്നെ ഡ്രസ്സിനകത്ത് മനസ്സിലായത്. 56 ദിവസം കഴിഞ്ഞിട്ട് ഈ ബോഡി കിട്ടുന്നത്. അന്ന് പറഞ്ഞില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞില്ലായിരുന്നു. അന്നേരം ഈ പത്മനാഭന്റെ അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതവിടെ ഗ്രാമത്തെ ഇലക്ഷൻ നിന്നത്. മെയിനായിട്ട് അതായിരുന്നു. ഇലക്ഷൻ നിന്ന് കഴിഞ്ഞുകൊണ്ട് അവർ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ പത്മനാഭത്തെ കാണാതെ ആയപ്പോ സ്കൂളിൽ പോയി പ്രിൻസിപ്പാളിനോട് ചോദിക്കുമ്പോ പുള്ളി പറഞ്ഞ എന്തിനാ നിങ്ങൾ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നത്, എന്തിനാ അത്ര വലിയ വ്യക്തിന്റെ ഓപ്പോസിറ്റ് നിന്ന് മനഃശക്തി എന്തിനാണ് ചോദിക്കുന്നത് അവർ. അത് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേഷൻ കൊടുത്തത് റിട്ടേൺ എടുപ്പിച്ചവര്. എടുപ്പിച്ചു കഴിഞ്ഞാലും കൊച്ചു വന്നില്ല. അത് കഴിഞ്ഞ് വരുന്നത് ഡെഡ് ബോഡിയാ. എന്നാലും ഇതില് എന്റെ എല്ലാം പറഞ്ഞ അസ്ഥിമിന്റെ പഞ്ചര പറഞ്ഞ അതാ വന്നത്. ഇതേപോലെ തന്നെ സൗജന്യയുടെ ഇതേപോലെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എന്നാലും അവിടെ സമരം കൂടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആയിട്ട് അത് സ്ഥലീയ പോലീസുമാർ 3 മാസം തനിക്ക് ചെയ്ത് അതിന് CID ചെയ്തു. അത് കഴിഞ്ഞ് CBI ചെയ്തു. CBI കഴിഞ്ഞ് പിന്നെ കോർട്ടിലായത് ആ സന്തോഷ് റാവു ആരോപിയല്ല, അവൻ ചെയ്തതല്ല, ഒരു രീതിയിലും മാച്ച് ആവുന്ന ഒരേ ഒരു എവിഡൻസും അവർക്ക് കിട്ടിയില്ല. ഈ സന്തോഷം എന്ന് പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ശൃംഗേരി 200 കിലോമീറ്റർ ദൂരെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയായിരുന്നു. പുള്ളിക്കെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ കൂടെ പോയിട്ട് പൂജ ചെയ്യുന്നത്, മന്ത്രങ്ങൾ ജപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെന്റാലിറ്റിയുള്ളതാണ്. സന്തോഷ് പറഞ്ഞ ഈ സൗജന്യ കൊല ചെയ്തെന്ന് പറഞ്ഞ പുള്ളിനെ വിളിക്കുന്ന പുള്ളി 11-ാം തീയതി പുള്ളിനെ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് വൈകുന്നേരം 7 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ
അവിടത്തെ സൗമ്യയെ ആരൊക്കെ അത്യാചാരം ചെയ്ത് കൊന്നത് ഇവരെല്ലാം കൂടിയിട്ടാ ഈ സന്തോഷ് പിടിച്ച പോലീസുമാർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഈ 3 ദിവസം. എന്നാൽ 8-ാം തീയതി എങ്ങാണ്ടാണ് അവിടെ ഇറങ്ങിയത്. 8-ാം തീയതി അവിടെ ശൃംഗേരി അമ്പലത്തിൽ പൂജ ചെയ്തുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10-ാം തീയതി 11-ാം തീയതി സുബ്രഹ്മണ്യത്തിൽ നിന്ന് ധർമ്മസ്ഥലം വന്ന് ബസ് കാത്തുനിന്നിരിക്കുമ്പോഴാണ് പിടിച്ചോണ്ട് പോയത്. ഇതേപോലെ എത്ര പേര് ചെയ്തിട്ടുണ്ട്, എത്ര പേര് കൊണ്ട് കേസ് ചെയ്തിട്ടുണ്ട്. അതായത് അന്നൊന്നും ഒരുപക്ഷെ താങ്കൾ ഈ ഓർമ്മിപ്പിച്ച വിഷയങ്ങൾ ഇത് 1987 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം മുമ്പാണ്. ഒരുപക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ സംവിധാനങ്ങളിൽ പിഴവുകൾ ഉണ്ടാകാം. പക്ഷേ ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ഇത്തരത്തിൽ ദുരൂഹമായ മരണങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ അന്നുണ്ടായിരുന്നതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതെ, ശരിയാണ്. അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞ സാറേ, ഇപ്പം 2016 VS ഉഗ്രപ്പ എന്ന് പറഞ്ഞിട്ട് ഇവിടെ MLC ആയിരുന്നു കർണാടകത്തെ. പുള്ളി തന്നെ ഒരു ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2016 ആണെങ്കിൽ 2018 വരെ ചെയ്തിട്ട് 2018 സിദ്ധരാമയ്യന് കൊടുത്തതും അന്നത്തെ ഗവൺമെന്റ് സിദ്ധരാമയ്യ സർക്കാരിന് കൊടുത്തു. ഇത് എൻക്വയറി ചെയ്യണം, ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി റെഡിയാക്കണമെന്നാണ്. എന്നാൽ ഇതുവരെ ഒന്നും ആക്കിയിട്ടല്ല ഇതിന്. ഇതുവരെ അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. കുറെ കാശ് ചെലവ് ചെയ്ത് ഈ ഒരു എൻക്വയറി ചെയ്ത് ചെയ്യാനൊക്കെ. ആ ഒരു എൻക്വയറിക്ക് വന്നിട്ട് ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ 3 ദിവസത്തിന് അന്നേരം വർഷത്തിന് 100 പേര് ആരും അറിയാത്തവരെത്തി ചാവുന്നുണ്ടെന്നാണ് കൊടുത്തേക്കുന്നത്. അതൊന്നും കണക്കേ അല്ല, അത് കണക്കിനെ വരികയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗ്രാമത്തെ ആൾക്കാർക്ക് കുറെ ആൾക്കാർ ഇപ്പം ധൈര്യം വന്നു. ഇതെന്തെങ്കിലും ആയി തീരും, ഇവർക്ക് നേരെ നിൽക്കാൻ ആൾക്കാരുണ്ടെന്നാകുമ്പോ ഇപ്പൊ ആൾക്കാർ മുമ്പിൽ വന്നോണ്ടുണ്ട്. എത്ര വേണമെന്നാ ചോദിക്കുന്നത്, എത്ര ലോഡ് അസ്ഥിപഞ്ജരം കിട്ടുമെന്ന് ചോദിക്കുന്നത് ഈ ഒരു ഗ്രാമത്ത് തന്നെ. ഇപ്പൊ ആൾക്കാർക്ക് ധൈര്യമായി. അതുകൊണ്ടാണ് ഇപ്പൊ ഓരോ ആൾക്കാർ വന്നിട്ട് എന്താ പരാതി കൊടുക്കാൻ മുമ്പിലോട്ട് വന്നേക്കുന്നത്. ഇപ്പൊ പത്മനാഭേരി അതേപോലെ തന്നെയാ. അതിപ്പോ അസ്ഥിപഞ്ജരം ഉണ്ട്, അതെങ്ങനെയാ അസ്ഥിപഞ്ജരം എടുക്കാന്ന് അറിയാമല്ലോ, അതെങ്ങനെയാ മരിച്ചെന്ന്, അത് കൊന്നതാണ് എന്താന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അതിപ്പോ നമ്മളെ അറിയത്തനിക്കാണെന്ന് പറഞ്ഞ് നമ്മളെ സംഭവിക്കുന്നത്. ഇപ്പൊ ഒരാളൊന്നല്ല, ഒന്ന് വേദവല്ലി ടീച്ചറാ. അത് അവരുടെ സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു. അവർക്ക് പ്രിൻസിപ്പാളിന്റെ ഇതിനെ ഉള്ളയായിരുന്നു. അതിനെ പുള്ളിക്കാർക്ക് കൊടുത്തില്ല, അവർ കുടുംബക്കാർക്ക് കൊടുത്തു. അതിനു വേണ്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചാൽ ജീവനത്തോടെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുത്തതാ കത്തിച്ചത്. അതിന് കണ്ടോന്ന് കൊച്ചുണ്ട്, ആ കൊച്ചിനെ ഒരു കങ്കി എടുത്തിട്ടു. അങ്ങനെ ആ കൊച്ചിനെ തീർത്തു. പത്മനാഭന്റെ ഒരു സൈഡിൽ നിന്ന് പിന്നെ ആനമുഖത്ത 2 പേര് ആങ്ങളും പെങ്ങളെ കൊന്നത്. അത് ആനമുഖത്ത് പറഞ്ഞ പുള്ളി അവിടെ ആനയെ നോക്കിക്കൊണ്ടിരുന്ന പുള്ളി ഒരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്, അത് അരക്കല്ലെന്ന് പറഞ്ഞു വലിയ കല്ല്, അതെടുത്തിട്ട് തലയിൽ മണ്ണിട്ടിട്ട് അവരെ കൊന്നത്. ഇതുപോലെ എത്രയോ പറയാം, 1-2 അല്ല. പിന്നെ ജോയി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന് വേണ്ടിയിട്ട് പുള്ളിനെ ആക്സിഡന്റ് ആക്കിയിട്ട് കൊന്നത്. ഇതേപോലെ 1-2 അല്ല. ഇത് നമ്മുടെ കണ്ണിന് ചെവിക്ക് കേട്ടത് മാത്രം, കേൾക്കാതെ 1000ങ്ങളോളം ഇതുണ്ട്, കൊലയായിട്ടുണ്ട് ഇവിടെ. തീർച്ചയായും എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ പുറം ലോകം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ വിനോദ്, ഇതിപ്പോൾ ഒരു സിനിമാ കഥയൊക്കെ പോലെയാണ്. ഒരു പക്ഷേ ഈ സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ ഒരു പ്രദേശം അടക്കി വാഴുന്ന വിഭാഗങ്ങളെയൊക്കെ കാണാറുണ്ട്. അതെന്തിൻ്റെ പേരിലുമാകട്ടെ, ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലാകാം, ചിലപ്പോൾ മതസാമുദായിക സംഘടനകളുടെ പേരിലാകാം, ഇതൊന്നുമല്ലാതെ ഒരു പ്രഭു എന്ന നിലയിലാകാം, അല്ലെങ്കിൽ എന്തു പശ്ചാത്തലവുമാകട്ടെ, ഈ നാട്ടുകൂട്ടങ്ങൾ, ആ നാടിനെ നിയന്ത്രിക്കുന്ന നേതാക്കൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പം, അതിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ തുടരാൻ പറ്റുന്നവർ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. നമ്മൾ അപസർപ്പക കഥകളിലൊക്കെ കേട്ടിട്ടുള്ള തരത്തിലുള്ള സീരിയൽ കില്ലിങ്സ്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ, ഇതൊക്കെ എവിടെ നടക്കും എന്ന് ആദ്യമായി ഈ വിവരം കേട്ടപ്പോൾ ഇതൊക്കെ ഒരു കെട്ടുകഥയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ പിറകെ ആക്ഷൻ കമ്മിറ്റി സഞ്ചരിച്ച, അവരെടുത്ത ത്യാഗം, അവർ കണ്ടെത്തിയ വിവരങ്ങൾ, അവർ അതിനുവേണ്ടി നടത്തിയ പ്രയത്നങ്ങൾ, ഇതെല്ലാം അതിന്റെ പുറകെ ക്ലോസ് വാച്ച് ചെയ്തപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു അപസർപ്പക കഥയോ ഒരു കടങ്കഥയോ ഒന്നുമല്ല, ഇതൊരു കെട്ടുകഥയല്ല എന്നുള്ള ഒരു
തോന്നലിലേക്ക് എത്തുന്നത്. ആദ്യം കേൾക്കുമ്പോൾ ഇത് പിന്നെ തീർച്ചയായും ഒരിക്കലും നമ്മളിങ്ങനെ നടന്നിരിക്കരുതേ എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ ആമുഖമായിട്ട് സൂചിപ്പിച്ച അനന്യ ഭട്ടിന്റെ കഥ, അതിനു മുമ്പുള്ള സൗജന്യയുടെ കഥ, നേരത്തെ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ വിഷയം ഉയർന്നു വന്നത് സൗജന്യയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. സൗജന്യയുടെ കാര്യത്തിൽ ഒരു FIR എങ്കിലും വീണു. ഒരു വ്യാജ പ്രതിയെ അല്ലെങ്കിൽ തെറ്റായ ഒരാളെ പ്രതി ചേർത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തി അതിന്റെ കുറ്റവിചാരണ പൂർത്തിയാക്കി നടപടികളെങ്കിലും നടന്നു എന്ന് പറയാം. അത് ശരിയായ നടപടിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അനന്യ ഭട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആ മെഡിക്കോസിന്റെ അല്ലെങ്കിൽ ആ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ, മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ആ വിദ്യാർത്ഥിനിയുടെ ശരീരം ഇതുവരെയും വീണ്ടെടുക്കാൻ കർണാടക പോലീസിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഒരു പാനലിസ്റ്റ്, അവരുടെ അമ്മ സാധാരണക്കാരിയല്ല, ഒരു ഗ്രാമീണ വനിതയല്ല, യുവതിയല്ല. അവർ കൽക്കട്ടയിൽ CBIയിൽ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്തിരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യം അവർക്ക് ഈ നടപടിക്രമങ്ങളുമായി നല്ല ബോധ്യമുള്ളവരാണ്. അവർ ഈ വിവരം അറിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചില ഒഴിച്ചുകൂടാനാവാത്ത കാരണങ്ങളാൽ 2 ദിവസം വൈകി. പക്ഷെ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ബൈത്തങ്ങടി പോലീസ് കൈമലർത്തുകയാണ് ഒരു CBI ഓഫീസിലെ അവിടുത്തെ മിനിസ്റ്റീരിയൽ സ്റ്റാഫായി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന അനന്യ ഭട്ടിന്റെ അമ്മയോട്. അവർ അവിടുന്ന് വെറുങ്കയോടെ മടങ്ങി വന്ന് പിന്നീട് പോകുന്നത് അവിടുത്തെ പവർഫുൾ, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഫ്യൂഡൽ മാടമ്പിമാരെ പോലെ ഈ ക്ഷേത്രവും അതിന്റെ നടത്തിപ്പും ഒക്കെ അടക്കി വാഴുന്ന ഒരു വലിയ മാഫിയ, അവരുടെ നീരാളി കൈകൾ ആ പിന്നെ തീർത്ഥാടന കേന്ദ്രവും അതിന് ചുറ്റിപ്പറ്റിയുള്ള പട്ടണത്തിലും അതിന്റെ മുഴുവൻ സാന്നിധ്യങ്ങളിലും ഒക്കെ പടർന്നു കിടക്കുകയാണ്. അത് ഓട്ടോക്കാരാകട്ടെ, ലോഡ്ജ് ഉടമകളാകട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരിലും പടർന്നു നിൽക്കുന്ന വലിയൊരു നീരാളിയെ പോലെയാണ്. യഥാർത്ഥത്തിൽ ധർമ്മസ്ഥല എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പിൽഗ്രിം സെന്റർ ആണ്. പക്ഷെ ഇന്ന് ഇത് കേൾക്കുമ്പോൾ അത് വലിയൊരു നീരാളിയെ പോലെ, അവിടേക്ക് കടന്നു വരുന്ന ആളുകളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു നീരാളിയെ പോലെയാണ് ഇന്ന് നമുക്ക് ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു പിൽഗ്രിം സെന്ററിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്. ആ അമ്മ പിന്നീട് പോകുന്നത് ആ ക്ഷേത്രത്തിൽ അതിന്റെ നടത്തിപ്പുകാരും അതിന് ഉത്തരവാദപ്പെട്ട ആളുകളെ സമീപിക്കുകയാണ്. അവിടെ നിന്ന് നമ്മളൊരു കഥ കേൾക്കുമ്പോൾ ഇത് കേൾക്കുകയാണ്. അവിടെ നിന്ന് 4 പേർ അവരെ ക്രൂരമായി ആക്രമിക്കുകയും അവർ തുടർന്ന് 3 മാസത്തോളം ബോധരഹിതയായി കോമ കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന് ഇപ്പൊ പോരാട്ടത്തിന് അവർ മുന്നിൽ നിൽക്കുന്നു. 3 മാസത്തിന് ശേഷം ചികിത്സ കഴിഞ്ഞ് വീണ്ടും അവർ രംഗത്ത് വന്നിട്ടും ഇതുവരെയും ഒരു FIR ഇട്ടിട്ടില്ല, ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ആ പെൺകുട്ടിയുടെ, മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ ഭൗതിക ശരീരം പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഒരു ക്ലിനിക് സ്റ്റാഫ് രംഗത്ത് വന്നു. എന്നെ അവിടുത്തെ സൂപ്പർവൈസർമാർ നിർബന്ധിച്ച് പലതരത്തിൽ പല മട്ടിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചു. ഞാനതിന് വഴങ്ങിക്കൊടുത്തു. ഏതാണ്ട് 2012 വരെ 2014 വരെ ആ പണി 1995 മുതലാണെന്ന് തോന്നുന്നത്. കൃത്യമായ 1-2 കേസല്ല. അയാൾ പറയുന്നു നിങ്ങൾക്ക് 100-200 മൃതശരീരങ്ങൾ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് പോലും, നമ്മൾ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള എനിക്ക്, ഞാൻ ഇന്ന് ഈ ചർച്ചയിലേക്ക് ബന്ധപ്പെട്ടുമ്പോൾ ഞാൻ ദേശീയ മാധ്യമങ്ങൾ പരതി നോക്കി, കർണാടകയിലെ മാധ്യമങ്ങൾ പരതി നോക്കി. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടുത്തെ സിസ്റ്റം, നമ്മൾ 3 തൂണോ 4 തൂണോ എന്നൊക്കെ പറയും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്. ഈ രാജ്യം മുഴുവൻ ഉള്ളതാണ്. പഴയ IPC ആണെങ്കിലും ഇപ്പോഴുള്ള BNS ആണെങ്കിലും ഒക്കെ, അതുപോലെ CRPC ആണെങ്കിലും ഒക്കെ, അതൊക്കെ കർണാടകയിലും ഈ പറയുന്ന ധർമ്മസ്ഥലയിലും ബാധകമല്ലേ എന്ന് നമ്മൾ വളരെ നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കഥ നമ്മുടെ മുമ്പിലേക്ക്, യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. മാധ്യമങ്ങൾ പോലും, എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ യൂട്യൂബ് രംഗത്ത് പ്രവർത്തിക്കുക, അവിടുത്തെ അവരുടെ യൂട്യൂബ് ചാനലുകൾ വളരെ ഫോഴ്സ്ഫുൾ ആയി അടപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തിന്റെ ശക്തി വളർന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സക്രിയ ജോർജ്, അതാണ് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു തന്നെ സൂചിപ്പിച്ചു. ഈ 2025 ന്യൂസ് 18 പോലെയുള്ള ഒരു സംഘത്തിന് പോലും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അവിടെ എത്തിപ്പെടുമ്പോൾ ഭീഷണികൾ ആണ് ഉണ്ടാകുന്നത് എന്ന് വളരെ അത്ഭുതകരമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ഈ കർണാടകമാണ് സ്ഥലം, അവിടെ പല രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി അധികാരത്തിൽ വന്ന പശ്ചാത്തലമുണ്ട്. ഇവരെ റൈറ്റ്. ശ്രീ വിനോദ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സക്രിയ ജോർജിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞ അതേ സംശയം തന്നെയാണ് ഞാൻ സക്രിയ ജോർജിലേക്ക് ഉന്നയിക്കുന്നത്. ഇതെങ്ങനെ ഇപ്പോഴും സാധ്യമാകുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒന്നല്ലേ? ഇത്തരത്തിൽ ഒരു അധമ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ
ഇത് ഈ കണക്കുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. അതായത് ഈ 95 മുതൽ 2014 വരെ ഒരു പ്രദേശത്ത് നിന്ന് 600ഓളം ആളുകളെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അതിൽ സ്ത്രീകൾ, യുവതികൾ, കുട്ടികൾ, പെൺകുട്ടികൾ. അവിടെ തന്നെയുണ്ടല്ലോ ഒരു അസ്വാഭാവികത. ശ്രീ സക്കറിയ ജോർജ്. എനിക്കിതിൽ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല. കാര്യം ഇവിടെ ജനങ്ങളോട് ആത്മാർത്ഥമായിട്ട് നീതി പുലർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയല്ല നമ്മുടേത്. അധികാരത്തിൽ കൂടെ ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് അവിടെ എത്തുക, ജനങ്ങളുടെ നികുതി കാശ് വാങ്ങി ഇവിടുത്തെ പോലീസും രാഷ്ട്രീയക്കാരും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഒരു എക്സ്റ്റന്റ് വരെ കോടതികളും ഒക്കെ ഇത് സൂചിക്കുന്നുണ്ട്. ഇതൊന്നും ആരും അറിയാത്തല്ലോ. സുവമോട്ട് ഇവർക്ക് കേസെടുക്കാമല്ലോ. ഹൈക്കോടതിയിൽ പണ്ട് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി സാറുള്ള സമയത്ത് അദ്ദേഹം ഇഷ്ടംപോലെ വാർത്തകളൊക്കെ വെച്ച് അദ്ദേഹം എടുത്തിട്ട് ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥയ്ക്ക് ഒരു ജീവൻ നൽകിയിരുന്നു. അപ്പോൾ അവർക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ കണ്ടു ഡൽഹിയിലെ യശ്വന്ത് വർമ്മ നോട്ടുകെട്ടുകൾ അതിനു മുമ്പേ ഭൂരിപക്ഷമാണ് തീരുമാനിക്കുന്നത് എന്നൊരു യാദവ് UP-ലെ അദ്ദേഹം പറയുന്നു. ഇവരുടെ പേരിലൊന്നും ആക്ഷൻ ഇല്ല. ഭരണഘടനയെ പറയുന്നുണ്ട് ഇക്വാലിറ്റി ബിഫോർ ലോ, അതിനകത്ത് കാസ്റ്റോ ക്രീഡോ ഒന്നുമില്ല. അപ്പോൾ ഭരണഘടന മൂല്യങ്ങളെ വരെ ഹൈക്കോടതി ജഡ്ജിമാർ കാറ്റിപ്പറത്തിക്കൊണ്ട് പറഞ്ഞു പോകുന്നു. അവർക്ക് സോഷ്യൽ കൺസേൺ ഇല്ല. അവർക്ക് ഈ കേസുകളും കാര്യങ്ങളും നോക്കി അവർക്ക് എടുക്കാം. പക്ഷെ ഇതിനൊന്നും യാതൊരു വക എംബാർഗോ ഇല്ല. കാര്യം തീർച്ചയായും ശ്രീ സക്കറിയ ജോർജ്, താങ്കൾ പറഞ്ഞതുപോലെ പുഴുക്കുത്തേൽക്കാത്ത ഒരിടവും ഉണ്ടാകണമെന്നില്ല. അതിപ്പോൾ ജുഡീഷ്യറിയിലോ അല്ലെങ്കിൽ ഭരണതലത്തിലോ ഒക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷേ താങ്കൾ ഇത് പറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും എത്രയോ ആൾ ദൈവങ്ങൾ ജയിലിനകത്തുണ്ട്. ഇതിലും വലിയ സ്വാധീനമൊക്കെ ചെലുത്താൻ ശ്രമിച്ചവർ, സ്ത്രീകളെ വേട്ടയാടിയവർ, ബലാത്സംഗം ചെയ്തവർ ഈ കേരളത്തിൽ പോലും ഉണ്ടല്ലോ അത്തരത്തിൽ ആളുകൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ. അപ്പോൾ ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയോ പേരിലൊക്കെ മുതലെടുക്കാൻ ശ്രമിച്ചവരെ തുറങ്കലിലാക്കുന്ന ഇടവുമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ധാരാളമായി. അതൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചക്ക വീണ് മൊയിലിയാവും. പക്ഷേ ചക്ക വീഴുമ്പോഴെല്ലാം മൊയില് ചാവണം എന്നില്ല. എല്ലാ മൊയിലും ചത്തിട്ടില്ല. അപ്പം ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പേരുണ്ട്. അവരെല്ലാം നിയമത്തിന് അതീതരായി സഞ്ചരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷയുടെ കൈത്തിരികളുണ്ട്. ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. റേപ്പ് കേസിനകത്ത് പ്രതിക്ക് മുൻകൂർ ജാമ്യമൊക്കെ കൊടുക്കുമ്പോൾ വിക്ടിമിനെ കൂടെ കേട്ടതിന് ശേഷമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വിധി സുപ്രീം കോടതി ലോ ഓഫ് ദ ലാൻഡ് ആണ്. ആർട്ടിക്കിൾ 144 പ്രകാരം ഇവിടുത്തെ രാജ്യത്തെ അതോറിറ്റിയുള്ള എല്ലാവരും അനുസരിക്കേണ്ട ഒരു ഉത്തരവാണ്. പക്ഷെ നമ്മൾ ഇതിനിടയിലും ഇവർ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തുമൊക്കെ ഇവർ കാര്യങ്ങൾ കളയും. അപ്പം ഈ ധർമ്മസ്ഥലിൽ ചെല്ലുമ്പം ദൈവം പോലും ഈശ്വരൻ പോലും ഈ പാവപ്പെട്ട ഇരകളെ രക്ഷിക്കുന്നില്ല. ഈശ്വരൻ അശക്തനായോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാര്യം ഉദ്യോഗസ്ഥന്മാരെല്ലാം നോട്ടുകെട്ടും ബാക്കി സുഖങ്ങളൊക്കെ കാണുമ്പോൾ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയും. നമുക്കറിയാം നക്സൽ വർഗീസിന്റെ കേസിനകത്ത് 35 വർഷം കഴിഞ്ഞിട്ട് രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ റിട്ടയർ ചെയ്തതിനു ശേഷമുള്ള വെളിപ്പെടുത്തൽ കൂടാണ് ആ കേസ് പുറത്തു വരുന്നതും അതിനകത്ത് ബാക്കി ട്രയലും കാര്യങ്ങളും CBIയിൽ പോയി വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഈ ക്ലീനിങ് സ്റ്റാഫ് അദ്ദേഹം പറയുന്നത് വളരെ ഇതാണ്. ഞാൻ പ്രശാന്തും പിന്നെ ബൈജു ഒക്കെ പറഞ്ഞത് ഞാൻ നേരത്തെ കേട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. സത്യമാണ്. മനുഷ്യനെ കൊല്ലുകയും അക്രമത്തിന് കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസാക്ഷിയുള്ള മനുഷ്യരുടെ മനസ്സ് നോവും. നമുക്കിവിടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അല്ല, ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ ഇത് ഈ ധർമ്മസ്ഥലയിലെ തന്നെ ഒരു ജീവനക്കാരനാണല്ലോ ഈ പരാതി അല്ലെങ്കിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ഇനിയുള്ള മുന്നോട്ട് പോക്കിന് ഇതുപോലുള്ള ഒരു കാലതാമസത്തിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്നത്, നമുക്കറിയാമല്ലോ ഈ 2014 ശേഷം ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആളിൻ്റെ ബന്ധു ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഒളിച്ചു താമസിക്കുകയാണ് താൻ എന്നാണ് പറയുന്നത്. കുടുംബം ഐഡൻറ്റിറ്റി പുറത്തു വരാത്ത തരത്തിലൊക്കെ അങ്ങനെ താമസിക്കുന്ന ഒരാൾ മനസാക്ഷി കുത്തുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ സ്ഥലം കാണിച്ചു തരാമെന്ന് പറയുന്നു. വളരെ കൃത്യമായി തെളിവുകൾ നൽകാമെന്ന് പറയുന്നു. ചില തെളിവുകളടക്കം പോലീസിന് കൈമാറുകയും ചെയ്തു. എന്നിട്ടും എങ്ങനെയാണ്, എന്തുകൊണ്ടായിരിക്കാം ഈ കാലതാമസം എന്നാണ് തോന്നുന്നത്?
അല്ല, ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ സ്വഭാവം രീതികളുണ്ട്. മാംഗ്ലൂരിലുള്ള AJ ഹോസ്പിറ്റലില് ഒരു ഫൈനൽ ഇയർ MBBS മലയാളി കുട്ടി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് അഡ്വക്കേറ്റും അമ്മ ഡോക്ടറുമായിരുന്നു. അവർ സുപ്രീം കോടതി പോയിട്ട് MP ഷാ അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് ആദ്യമേ കർണാടക ലോക്കൽ പോലീസ് അന്വേഷിച്ചു. അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിൽ പോയി. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരസ്പര സഹായ സഹകരണ സംഘമാണ്. ഒരാളും മറ്റാളെ തിരിച്ചെഴുതത്തില്ല. എന്നിട്ട് അവർ CBI പോയി. MP ഷാ ഈ കുടുംബത്തിന്റെ പിന്നെ ഇതിനു വേണ്ടി നഷ്ടപരിഹാരം 1 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. അവരുടെ പേരിൽ കൊടുത്ത ഒരു കള്ളക്കേസ് പിന്നെ ചാർജ് പിന്നെ ക്വാഷ് ചെയ്തു. എന്നിട്ട് CBIയോട് അന്വേഷിക്കാൻ പറഞ്ഞു. CBIയിലെ മലയാളിയെ ഒരു SP, ഇന്ന് അദ്ദേഹം DIG ആയിട്ട് ഒരിടത്ത് കമ്മീഷണറായിട്ട് വിരാജിക്കുന്നുണ്ട്. അദ്ദേഹം അന്വേഷിച്ചിട്ട് ആ കുടുംബത്തോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പഴയ കേസല്ലേ എന്ന്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, പഴയതാണോ പുതിയതാണോ, മരിച്ചവരെ ഇപ്പം ഇതിലെ 80s നടന്ന കേസുകൾക്ക് വേണ്ടി ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ സഹജീവികളോട് ഈ ഉദ്യോഗസ്ഥന്മാർ നീതി പുലർത്തുന്നില്ല? അവര് ശക്തരുടെ മുമ്പില് വാല് ചുരുട്ടി അവർ ഇരിക്കുവാണ്. അപ്പൊ ഇതിൽ നിന്ന് മാറണം. എനിക്ക് തോന്നുന്നത്, ഒന്ന്, നാഗരത്ന മാഡം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള നല്ല ഒരു വനിതാ ജഡ്ജാണ് മാം. കർണാടകക്കാരിയാണ്. ഇനിയും അധികം വർഷങ്ങൾക്കകം മാഡം ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. മാം ഒക്കെ ഇടപെടണം. അവരുടെ കരുത്തായ ശക്തിയിൽ ഇതിനെയൊക്കെ അടിച്ചമർത്താതെ ഇവിടുത്തെ നികൃഷ്ടരായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ഇതര ഈ അധികാര കേന്ദ്രങ്ങൾ ഇതിനകത്ത് നീതി പുലർത്തില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്ലീസ്. അടുത്തത്, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പെൻഷനൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ മസ്റ്ററിങ് നടത്തുന്നുണ്ട് ജീവിച്ചിരിപ്പുണ്ടോന്ന്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, തിന്നുകൊഴുത്ത് നടക്കുവാണ് ജനങ്ങളുടെ കാശിൽ, നികുതി പണത്തിൽ. അവരെല്ലാ വർഷവും ഡിസംബറിൽ മസ്റ്ററിങ് നടത്തണം, ജനങ്ങളെല്ലാം ജീവിച്ചിരിപ്പുണ്ടോന്ന്. വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊല ചെയ്യപ്പെട്ടവരോട് അക്കൗണ്ടബിൾ ആക്കണം സിസ്റ്റത്തിനെ. ഈ TN ശേഷൻ എന്ന് പറഞ്ഞ മഹാനായ വ്യക്തി ഇരുന്ന കസേരയിലാണ് ഈ പറയുന്ന വിഡിവേഷം കെട്ടി നടക്കുന്ന ഇവരൊക്കെ ജീവിക്കുന്നത്. ജനങ്ങളോട് നീതി പുലർത്തണം. ജനങ്ങളോട് നീതി പുലർത്തി ഈ രാജ്യത്തിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനായിട്ട് ഇവർക്കൊക്കെ കഴിയണം. അല്ലെങ്കിൽ അവർ ആ കസേരയിൽ നിന്ന് സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകണം. കാരണം നമ്മുടെ ഇവിടുത്തെ ബെന്നൂർ മട്ടും തോട്ടത്തിൽ രാജേഷും കൂടെ സാറും കൂടെ ഇട്ട് ഒരു ജഡ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഒഫീഷ്യലിന് അയാളുടെ അധികാരം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അയാൾക്ക് ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. നാണമില്ലാത്തവന്മാര് കസേര ഇവരെ തെള്ളിയിടുന്നതിന് മുമ്പേ തന്നെ ഇറങ്ങിപ്പോണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വിനോദ്, ഇവിടെ ഇത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് പരാതിയുമായി ചെന്നപ്പോൾ എന്തായിരുന്നു അവിടെ നിന്നുണ്ടായ പ്രതികരണങ്ങൾ എന്നത് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ കേട്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണോ? ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ ഈ രാജ്യത്ത് വലിയ സ്വാധീനമുള്ള 10,000-കണക്കിന് വിശ്വാസികളുള്ള, ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്തേക്കും എന്നൊക്കെ ഭയന്നിരുന്ന ചില ആൾ ദൈവങ്ങളെ എത്ര നിസ്സാരമായി പിടികൂടാനും ജയിലിൽ അടയ്ക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ മറവിലാണ് എങ്കിൽ പോലും തെറ്റാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇതൊരു വിശ്വാസ കേന്ദ്രമാണ്, ആരാധനാ കേന്ദ്രമാണ്, നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അവിടെ ആരാണ് കുറ്റക്കാരെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അതിനൊരു മറയാക്കുന്നുണ്ട് ചിലർ എന്നത് ഇവിടെ വ്യക്തമാണല്ലോ. ആ ചിലരിലേക്ക് എന്തുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല? ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ മറുപടി പറയേണ്ടി വരുന്നത്? അവിടെ ഭരണകൂടങ്ങൾക്ക് കൃത്യമായ റോൾ ഇല്ലേ? അല്ല, നമ്മൾ സാധാരണക്കാരെല്ലാം സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത്തരത്തിൽ ഉള്ള ശക്തികളോട് ഏറ്റുമുട്ടുന്നതിന് ഏറെ പേർക്കൊന്നും കരുത്തും ധൈര്യവും സൗകര്യവും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പാവങ്ങളാണ് അവിടെ ജീവിക്കുന്ന ആളുകളെല്ലാം മിക്കവാറും ഇത്തരത്തിൽ ദുര്യോഗത്തിൽ അനുഭവിക്കേണ്ടി വന്നവരൊക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതാണ്ട് 4 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ഈ പറയുന്ന സീരിയൽ കില്ലിങ്സ്, ഗാങ് റേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രത്തിൽ അതിനെതിരായി ശബ്ദിക്കാൻ ഒരു ആക്ഷൻ കമ്മിറ്റി
ഈ പറയുന്ന നമ്മുടെ സൗജന്യയുടെ കേസിൽ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു FIR അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന വെളിപ്പെടുത്തലിന് ശേഷമാണ് അവർക്ക് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവിടെയാണല്ലോ ഇതിന്റെ സാക്ഷികൾ ഉൾപ്പെടെ പോയിന്റ്. ഈ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ കുടുംബം പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, നഷ്ടപ്പെട്ടത് നഷ്ടമായി, മറ്റുള്ളവരെ കൂടി നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന്. ഏറ്റവും ഗുരുതരമായ കാര്യം എന്താന്ന് വെച്ചാൽ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ആ കുട്ടി ഗാങ് റേപ്പ് ചെയ്യപ്പെട്ടതാണ് എന്ന്. അതിൽ ഒരാളെ പ്രതിയാക്കുന്നു. ഗാങ് റേപ്പ് ചെയ്ത കേസിൽ എങ്ങനെയാണ് ഒരാളെ പ്രതിയാക്കുന്നത്? ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും അട്ടിമറിച്ചു. ആ സ്രവ പരിശോധന, ആ മൃതശരീരത്തിൽ നിന്നുള്ള സ്രവ പരിശോധന ഏതാണ്ട് ഒരാഴ്ചയിലധികം വൈകിപ്പിച്ചു. ഒടുവിൽ ലബോറട്ടറിയിൽ എത്തുമ്പോഴേക്കും ആ സ്വാബ്, ആ സ്രവം ഉപയോഗശൂന്യമായി പൂപ്പൽ പിടിച്ചതായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഒരു കൊലപാതകമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ദുരൂഹ സാഹചര്യത്തിലെ മരണമാണെങ്കിലും അഭയ കേസിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ പലയിടത്ത് കാണുകയുണ്ടായി. സംവിധാനം എവിടെയൊക്കെ കടന്നു ചെല്ലുന്നുവോ അവിടെയെല്ലാം കടന്നു ചെന്ന് രേഖകൾ തിരുത്തുകയും അന്വേഷണം അട്ടിമറിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഇതേപോലൊരു സീരിയലായിട്ട് അന്വേഷണത്തെ അട്ടിമറിച്ചതിന്റെ കഥ നമ്മൾ സിസ്റ്റർ അഭയ കേസിൽ കണ്ടു. ഒടുവിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ ഭാഗികമായെങ്കിലും നീതി കിട്ടിയത് എന്ന് പറയാൻ കഴിയും. അത് പൂർണ്ണമായി നീതി എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അന്വേഷണം അവിടെ വഴിമുട്ടി നിൽക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിലെ പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് മാത്രമല്ല, CBI ഒരു ഉദ്യോഗസ്ഥയുടെ അവരോട് പോലും എന്തായാലും ഒരു നാഭിനാളി ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് CBI. അവരന്വേഷിച്ചിട്ട് പോലും ഗാങ് റേപ്പ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോകാതെ ഈ പറയുന്ന ഒരു മനുഷ്യനെ പ്രതി ചേർത്തുകൊണ്ട് അയാളെ കുറ്റക്കാരനാക്കിക്കൊണ്ട് ഒടുവിൽ കോടതി പിന്നെ അയാളെ വെറുതെ വിടുന്നതോടുകൂടി ആ കേസ് ഇല്ലാതായി പോവുകയാണ്. അപ്പം ഈ ആക്ഷൻ കമ്മിറ്റി നമുക്ക് കാണാൻ കഴിയുന്ന ജനങ്ങളുടെ പ്രതികരണം കടന്നു വരുന്നതോടുകൂടി 2012 ശേഷം ഇത്തരത്തിൽ ഉള്ള കൊലപാതകങ്ങൾ അവിടെ അരങ്ങേറുന്നില്ല എന്നതാണ് ഇപ്പോഴുള്ള വിവരം. അപ്പൊ ജനങ്ങളുടെ പ്രതികരണം ഇല്ലായ്മ തന്നെയാണ്, ജനങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ശേഷി ഇല്ലായ്മ തന്നെയാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ അതിന് എല്ലാ സിസ്റ്റവും ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് പോകുന്നത്. നമുക്ക് കേരളത്തിലാണ് സിസ്റ്റർ അഭയ കേസ് ഉണ്ടായിട്ടുള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഘടകങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ വർഷങ്ങളോളം ഈ സിസ്റ്റത്തെ മുഴുവൻ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെ, കർണാടകയിൽ നമുക്ക് അറിയാം അധികാര കേന്ദ്രങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. കേന്ദ്ര തലത്തിലാണെങ്കിലും ഈ കാലയളവിൽ അധികാര കേന്ദ്രങ്ങൾ മാറി മാറി വന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മനാഫ്, ഇവിടെ വിനോദ് സാർ സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഇത്രയും സീരിയൽ കില്ലിങ്ങിലേക്ക് സാഹചര്യം എത്തണമെന്നില്ല. പക്ഷേ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് താനും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ. ഇപ്പോൾ കേരളത്തിൻ്റേതുപോലെയുള്ള ഒരു സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമല്ല കർണാടകം. സാമൂഹിക ജീവിത രീതിയിലടക്കം മാറ്റമുണ്ട്. ആളുകളുടെ ജീവിത രീതിയും പശ്ചാത്തലവും വ്യത്യസ്തമാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ തന്നെ ഇപ്പോൾ നമുക്കറിയാം 1987 ആണ് കാണാതായ ഒരു സ്ത്രീയെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ അസ്ഥികൂടം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ പോലും ഈ പരാതിയുമായി രംഗത്തെത്തുന്നവർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാക്ഷികളാക്കപ്പെടുന്നവരൊക്കെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലും ഈ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകുമ്പോൾ അത്തരം സാധ്യതകൾ മുന്നിൽ നിൽക്കുകയല്ലേ? അതായത് ജീവൻ പോലും അപകടത്തിൽ വെച്ചുകൊണ്ടല്ലേ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് താങ്കൾ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങനെയൊരു ചോദ്യം ചെയ്തേ മതിയാവൂ ഇത്തരം അനീതികൾ, അല്ലെങ്കിൽ ഇതിൽ കുറ്റക്കാർ നിയമത്തിന് മുന്നിലേക്ക് വരണം ഒരല്പം വൈകിട്ടാണ് എങ്കിൽ പോലും എന്ന ഒരു ചിന്തയിലേക്ക് വരാൻ കാരണം? ഈ ഒരു പോരാട്ടം 2012 മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് നിരന്തരം ഈ ഒരു ഭരണകൂടത്തിനെതിരെ മാറി മാറി കർണാടകയിൽ വരുന്ന ഭരണകൂടത്തിനെതിരെ ഈ ആക്ഷൻ കമ്മിറ്റി സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ്, ജൂൺ മാസത്തിലാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി മുന്നോട്ട് വെക്കുന്നതും ജൂലൈ 3 ഈ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ. ഇവിടെ അതിന്റെ ഈ 2012 സൗജന്യ കൊല നടന്നതിന് ശേഷം ഒരുപാട് മറ്റ് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഈ 485 ആളുകളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതായത് വിവരാവകാശ രേഖ പ്രകാരം 485 പേര് അൺഐഡന്റിഫൈഡ് ഡെത്തുകൾ ഉണ്ട്.
ഈ ഡെത്തുകളൊക്കെ ഈ അടുത്ത കാലത്താണ്. 2015 അവിടെ പോലീസ് സ്റ്റേഷൻ തന്നെ വരുന്നത്. അതിനുശേഷം ഈ ഗവൺമെന്റ് എന്താ പറയാ മറവ് ചെയ്ത. ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് ഈ 2012 PU കോളേജ് വിദ്യാർത്ഥിനി സൗജന്യയുടെ മരണം, അതിനുശേഷം ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്, അതിനും ശേഷവും ഈ ദുരൂഹ തരത്തിലുള്ള മരണങ്ങൾ തുടരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? സൗജന്യ കേസിലുള്ള സാക്ഷികൾ ഇപ്പൊ ആരും ജീവിച്ചിരിപ്പില്ല. അത് നേരത്തെ സൗജന്യ കേസിലുള്ള സാക്ഷികൾ മരിച്ചെന്ന് പറയുമ്പോ 2012 ശേഷവും ഈ കൊലകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ജയന്ത് അതുപോലെ തന്നെ പല ആളുകളും ഇതിന്റെ പിന്നിലുള്ള ആളുകൾ ഇപ്പൊ തന്നെ ജീവിച്ചിരിക്കണ തന്നെ അത്ഭുതം. ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ആരും എന്തു സംഭവിക്കും. ഒറ്റക്കെട്ടായിട്ടാണ് താമസം. ഇപ്പോഴാണ് ഇവരെല്ലാം ജയന്തണ്ണനെ ഉൾപ്പെടെയുള്ള ആളുകള് ചെറിയ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. മറ്റേതൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്, ഗ്രൂപ്പായിട്ടാണ് അവിടെ താമസിച്ചു കൊണ്ടിരുന്നത്. കാരണം പറഞ്ഞാൽ ഏത് സമയത്തും ഒരു അറ്റാക്ക് നടക്കാം. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നാളെ അതിന്റെ വീഡിയോകളൊക്കെ ന്യൂസ് 18 വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അറ്റാക്കുകളൊക്കെ നടന്നത് ന്യൂസ് 18 ബൈജുവേട്ടന് കഴിഞ്ഞ ആഴ്ച അവിടെ റിപ്പോർട്ടിംഗ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഭയങ്കരമായ ഒരു ഭീകര അന്തരീക്ഷം തന്നെ അല്ലേ ഇനി ഉണ്ടായിരുന്നത്. അത് ഞാൻ പറയുന്നത് എന്താന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന ബൈജുവേട്ടനായിക്കോട്ടെ, അതേമാതിരി ജയന്ത് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഏത് നിമിഷവും ഇനി അടുത്ത നമ്മൾ തമ്മിലുള്ള ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കാൻ കഴിയുമെന്ന് തന്നെ പേടിയാണ്. അത്ര എന്താണ് കഴിഞ്ഞാല് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഏറ്റുമുട്ടുന്നത്. തീർച്ചയായിട്ടും ന്യൂസ് 18 ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അഭിനന്ദിച്ചേ മതിയാവും. മറ്റാർക്കും കാണിക്കാൻ കഴിയാത്ത ഒരു ധൈര്യമാണ് ന്യൂസ് 18 അതിന്റെ റിപ്പോർട്ടറും കാണിക്കുന്നത്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നെറികേട് നീതികേട് എന്നത് പ്രകടമാകുന്നുവെങ്കിൽ അത് എന്തിൻ്റെ മറ പറ്റിയാണെങ്കിലും അത് നടന്നിട്ടുണ്ടാകാം. അത് തുടരുന്നു ഇപ്പോഴും എന്നത് അനുവദിക്കാനാവുന്ന ഒന്നല്ല. അത് ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, ഇതിൽ തന്നെ മതം കലർത്തിയേക്കാം, അതൊക്കെ ഒരു ഭാഗത്ത് നടക്കാം മനാഫ്. പക്ഷേ എന്തിൻ്റെ പേരിലാണ് എങ്കിലും ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നു, ദുരൂഹതയുണ്ടാകുന്നു, അവരെ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഇവിടെ ഇതാ ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നു. അതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിനെ ബന്ധപ്പെടുത്താവുന്ന തെളിവുകൾ ലഭിക്കുന്നു. അവിടെ മുന്നോട്ട് പോയേ മതിയാകൂ. നിങ്ങളോടൊപ്പം, ഈ ആക്ഷൻ കമ്മിറ്റിയോടൊപ്പം, ആക്ഷൻ സമിതിയോടൊപ്പമാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുക. ഞങ്ങള് ഇപ്പൊ ന്യൂസ് 18 ബൈജുവേട്ടനടക്കം നമ്മളെ ജയന്തണ്ണന് ഇവരെല്ലാരും കൂടിയിട്ടാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളിന്റെ കൂടെ പോയിട്ട് ആ ഒരു വീഡിയോ ഇപ്പം ചാനലിൽ വന്നും കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും സാന്നിധ്യത്തിലാണ് ആ ഒരു സ്കൾട്ടൻ എടുത്തത്. അപ്പം ഇതോട് കൂടിയിട്ട് 100% ഇനിയും സ്ഥാനങ്ങൾ ഉണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും അതിന്റെ ഒരു ഡൗട്ട് ഇല്ല. പക്ഷെ എന്താന്ന് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ രീതിയിൽ വേണമല്ലോ ഇത് കുഴിച്ചെടുക്കാൻ. ഒരു ഗവൺമെന്റ് സംവിധാനം ഇല്ലാതെ സാധാരണക്കാർക്ക് പോയിട്ട് കുഴിച്ചെടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഇത്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അത്ര ഗൗരവേറിയ വിഷയമാണ്. ഇന്നേ വരെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ട കൊലപാതകങ്ങളുടെ ചുരുള ചെയ്യാൻ പോവുകയാണ്. അത് വരും ദിവസങ്ങൾ എന്തായാലും ഇതിനൊരു എന്താ പറയാ ഒരു കുറച്ച് ദിവസങ്ങൾ താമസിപ്പിക്കാൻ കഴിയുന്നല്ലാതെ ഇതൊരിക്കലും ഈ ആളുകളൊന്നും നിശബ്ദരാക്കാനേ ആർക്കും ഇവിടുത്തെ ഭരണകൂടത്തിനോ സംവിധാനത്തിനോ ഒന്നും കഴിയൂല. കാരണം സത്യം പുറത്തു വരും എന്ന് താങ്കൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അവസാന വേര് വരെ എന്തായാലും ഇതിന്റെ പിന്നിൽ തന്നെ ഈ ഒരു കൂട്ടം ആളുകൾ എന്തായാലും ഉണ്ടാവും. ഇത് തീർച്ചയായും പുറത്തു വരേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ അവിടെ പോയ സമയത്ത് ന്യൂസ് 18 ബൈജോട്ടന് അറിയാം, അവിടെ ഒരുപാട് അമ്മമാര്, അതേമാതിരി സഹോദരങ്ങള്, അവരുടെ ബന്ധുക്കള് മരണപ്പെട്ടതിന് ഒരു എന്താ പറയാ ഒരു ഇപ്പോഴും അവിടെ ഉണ്ട്. പല ആളുകളും ഭയത്താല് ക്യാമറക്ക് മുന്നിലേക്ക് വരാൻ പോലും മടിക്കുകയാണ്, പേടിയാണ്. അപ്പം അങ്ങനത്തെ അത്ര ഭയം ഉള്ളതാണ്. ഇപ്പൊ തന്നെ അനന്യ ഭട്ടിന്റെ അമ്മ ഇന്നലെയാണ് എന്താക്കുന്നത്,
മുന്നോട്ട് വരുന്നത്. ഇന്നാണ് ഇപ്പൊ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. 2004 അനന്യ ഭട്ട് MBBS വിദ്യാർത്ഥിയാണ്, പാവം. ആ കുട്ടി ഇപ്പോഴും അതിന്റെ എന്താ പറയാ മൃതദേഹം എവിടെ ഉണ്ട് എന്ന് പോലും ആ അമ്മക്ക് അറിയില്ല. അവരെ അതെ. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴാണ് ഓരോരുത്തർ മുന്നോട്ട് വരുന്നത്. ഇന്ന് രാവിലെ ഒരാള് വിളിച്ച്, കാസർഗോഡ് ഭാഗത്തുള്ള ഒരാള്, അവര് പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതേമാതിരി തന്നെ ഒരു ഇതുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് അടുത്ത ദിവസങ്ങളിൽ അവരും മുന്നോട്ട് വരും. പല ആളുകളും ഇതില് ജാതി മതം കലർത്തേണ്ട ആവശ്യമില്ല. നമ്മളെ സാധാരണ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ ജാതി മത ഇതിൽ കൊണ്ടുപോയിട്ട് ദയവ് ചെയ്തിട്ട് ആ രീതിയിൽ ആക്കരുതെന്നാണ് ഞാൻ പൊതുസമൂഹത്തിൽ. തീർച്ചയായും അങ്ങനെ ആക്കിയാൽ അതിനെ അതിശക്തമായി തന്നെ നമ്മൾ എതിർക്കേണ്ടതുണ്ട്. നിരവധിയായ അനന്യമാർ ഒരുപക്ഷെ മണ്ണിനടിയിൽപ്പെട്ട് പോയിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടമാണ്. അതിനോടൊപ്പമാണ് ഞങ്ങളും ചേരുന്നത്. ബൈജുവിലേക്കടക്കം വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ധർമ്മസ്ഥലിയിലെ മൂടപ്പെട്ട രഹസ്യങ്ങളെക്കുറിച്ചാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ബൈജു, ഇവിടെ ഇതാ നമുക്ക് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ, ബൈജു ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് നിയമപരമായ ഒരു പരിരക്ഷയും ലഭിക്കാതെയാണ്, സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇനിയും എന്തും സംഭവിക്കാം, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റി തന്നെ എത്രയോ ഡേറ്റകൾ ശേഖരിച്ചിരിക്കുന്നു, എന്തെല്ലാം വിവരശേഖരണം നടത്താൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് നിയമപരമായ ആനുകൂല്യങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ട് അവർക്ക് അതിവേഗം നടത്താൻ പറ്റുന്ന അന്വേഷണമായിരുന്നില്ലേ ഇതുമായി ബന്ധപ്പെട്ട? ഒരു പക്ഷേ അതിനേതെങ്കിലും ഘട്ടത്തിൽ അവർ മുതിർന്നിരുന്നുവെങ്കിൽ ഈ കൊലപാതക പരമ്പരകളിലെ എണ്ണമെങ്കിലും കുറയ്ക്കാമായിരുന്നില്ലേ? ഇനിയെങ്കിലും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ എങ്കിലും ഈ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയും കഴിയുന്നത്ര ജനങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്നെ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. അഭിലാഷേ, കുറ്റവാളികൾക്കരികെ ഈ കൈവിലങ്ങ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, ഏത് സമയത്തും തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധം ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകും. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ അത് കുഴിച്ചെടുക്കാൻ പാടില്ലാത്ത രീതിയിൽ വലിയ പ്രതിരോധം നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അങ്ങേയറ്റം വരെ ആ അവസാന നിമിഷം വരെ പോരാടുന്ന ഒരു കാഴ്ചയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും അതെല്ലാം മറികടന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ 2000-ഓളം പേരാണ്, അതിലും യുവാക്കളാണ് കൂടുതലായി ഉണ്ടായത്. അത്രത്തോളം ആക്ഷൻ കമ്മിറ്റി സജീവമായി രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ ജയന്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ ഭയം കൂടാതെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അനന്യയുടെ, ഞാൻ മനസ്സിലാക്കുന്ന അനന്യ ആ പരാതി കൊടുത്ത് മണിക്കൂറുകൾക്ക് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അത് ധർമ്മസ്ഥല പോലീസ് തന്നെ അത് കേസ് ചെയ്യും. അത് SP അതിൽ സജീവമായി ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ പരാതികൾ വരും. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മലയാളി പെൺകുട്ടികൾ, അത് ജയന്തൊക്കെ ആ കാര്യം പറയും, സെറ്റ് സാരിയും അതായത് കേരളീയ വേഷത്തിലുള്ള ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ കണ്ടു എന്നാണ് അവർ സാക്ഷ്യപ്പെടുന്നത്. അത്തരത്തിൽ മലയാളികളായ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, വിദ്യാഭ്യാസ കേന്ദ്രമാണ്. മംഗളൂരുവിന് 100 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലം, ഇത്തരത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ചൂണ്ടിക്കാട്ടുന്ന ആ പെൺകുട്ടിയെ ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഇത്തരത്തിൽ വലിയ ബലാത്സംഗത്തിനിരയാവുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ കുറ്റവാളികൾക്ക് വളരെ അരികെ എത്തിയിരിക്കുന്നു ഈ കൈവിലങ്ങ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പിടിക്കപ്പെടും. പരമാവധി പ്രതിരോധം എന്ന നിലയിലാണ് ആ ഒരു എതിർ ശബ്ദങ്ങളെ എത്രത്തോളം ഒതുക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. അതെല്ലാം മറികടന്ന് ഈ നിയമത്തിന് മുന്നിൽ, അതായത് ഒരു ക്രൈമും ഇത്തരത്തിൽ കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരുപാട് തെളിവുകളുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഡാറ്റാസ് ആക്ഷൻ കമ്മിറ്റി ഒരുപാട് ഡാറ്റാസ് ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം പരമാവധി നമ്മളും അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പല വീടുകളിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇനിയും ആ ധർമ്മസ്ഥല മേഖലകളിലേക്ക് നമ്മൾ തുടർന്നും പോകുന്നതായിരിക്കും. ഏതായാലും ഈ കാര്യത്തിൽ ന്യൂസ് 18 ഈ ആക്ഷൻ കമ്മിറ്റിക്കൊപ്പം ഇതിന്റെ സത്യം പുറത്തു വരുന്നവരുണ്ടാവും എന്നാണ്
ഏറ്റവും Right. ഒടുവിലായി നമുക്ക് ശ്രീ പറയാനുള്ളത്. ജയന്ത്, അഭിലാഷേ. ഒരു പക്ഷേ ഈ വൈകിയെത്തുന്ന നീതി നിഷേധത്തിന് തുല്യമാണ് എന്ന് പറയാറുണ്ട്. ഒരു പക്ഷേ ഇതിൽ ഭാഗവാക്കായിട്ടുള്ളവർ അല്ലെങ്കിൽ കുറ്റവാളികളായിട്ടുള്ള എല്ലാവരും ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ വൈകിയെങ്കിലും ആ നീതി ലഭിക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു തന്ത്രജ്ഞാന പ്രകാരമായിട്ട് 100% നമ്മൾ കിട്ടുമല്ലോ. ഇപ്പൊ ആരാന്നെ കാണാതായെന്ന് പറഞ്ഞാൽ അവര് വന്ന് പരാതി കൊടുക്കുന്നെങ്കിൽ അതിന്റെ ആദ്യം പറഞ്ഞ പോലെ ടെസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ആ ഒരു എന്താ ഇത് അസ്ഥി കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നീതി കിട്ടാനായിരിക്കും. ഇപ്പൊ ഞാൻ വരണം ഇനി ആരെയൊക്കെ കാണാതെ ആരൊക്കെ വീട്ടിലൊക്കെ ഫലം നമുക്കൊരു സാധനം നമ്മുടെ ഒരു മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റിയല്ലേ. നല്ല എല്ലാ കാര്യങ്ങളും ആയിരിക്കുക. ഇതാണ് ഒരാവാതെ നിങ്ങൾ ഇപ്പൊ തീർച്ചയായും എന്തായാലും ആ പ്രതീക്ഷയാണ്. ശ്രീ സക്കറിയ ജോർജ്, നേരത്തെ താങ്കൾ ഈ സംവിധാനത്തെയും സിസ്റ്റത്തെയും എല്ലാം വിമർശിക്കുമ്പോൾ അവിടെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി തന്നെയാണ് വരുന്നത്. അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഉദ്യോഗസ്ഥർക്കും ഭരണകൂടത്തിനുമൊക്കെ ചലനമുണ്ടാകാതിരിക്കുമോ? അല്ല, ചലനം ഉണ്ടായേ പറ്റുള്ളൂ. പ്രബുദ്ധരായ ജനതയുള്ളപ്പോഴേ ആണ് സിസ്റ്റം വൈബ്രന്റ് ആകുന്നത്. കാര്യം ആരും ചോദിക്കാതിരുന്നാല് അവരെല്ലാം ഇരുന്ന കസേരയിലിരുന്ന് സുഖിച്ച് നമ്മുടെ നികുതി കാശ് കൊണ്ട് അവര് സുഖമായിട്ട് ആസ്വദിച്ച് ജീവിതം കൊണ്ടുപോകും. നമ്മൾ കണ്ടു, നമ്മളെക്കാളിലും ചെറിയൊരു രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയിൽ കണ്ടല്ലോ, പ്രസിഡന്റ് മുറിയിൽ വരെ കയറി, ഓഫീസിലും വീട്ടിലും എല്ലാം കയറി കാണിച്ചു. പ്രസിഡന്റ് അവിടുന്ന് ഫ്ലീ ചെയ്തു. നമ്മൾ ബംഗ്ലാദേശിൽ പോകുക, ബംഗ്ലാദേശ് അവിടുന്ന് ചുരുട്ടി ഓടിച്ചു, ജീവനം കൊണ്ട് ഓടി ഭരണാധികാരി. അപ്പൊ ജനങ്ങൾ ശക്തരാകണം. പക്ഷെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ സുപ്രീം കോടതിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ശിവണ്ണ അലിയസ് ആക്ട് ശിവണ്ണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. കർണാടകയിൽ തന്നെ ഇറങ്ങിയ ഒരു വിധിയാണ്. അതായത് വിക്ടിംസിന്റെയും ഇതിനകത്ത് വിറ്റ്നസിന്റെയും 164 CRPC പ്രകാരമുള്ള പഴയ സ്റ്റേറ്റ്മെന്റ് എടുക്കണം മജിസ്ട്രേറ്റ്. പക്ഷെ അത് ഒരു കോടതി ഇന്ത്യയിൽ ചെയ്യുന്നില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ട് ആരും ചെയ്യുന്നില്ല. അപ്പൊ ഈ പ്രശാന്തും അതുപോലെ തന്നെ ബാക്കി മനാഫ് ഇവരൊക്കെ ഉടൻ തന്നെ അവിടുത്തെ ഒരു ജില്ലാ കോടതിയിൽ പോയി ഈ പറയുന്ന സാക്രി ശിവണ്ണ ആ കേസിനകത്തെ വിധിയും വെച്ചുകൊണ്ട് അവരുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കോടതിയിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ നാളെ ഇവരെ കൊല്ലാൻ പോലും ആര് ശ്രമിച്ചാലും ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർ കൊന്നിട്ട് ഒരു കാര്യവുമില്ല. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ കോർട്ട് റെക്കോർഡ്. അത് അവര് ചെയ്യണം. പിന്നെ ഇവർ ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു നല്ല സേയിങ് ഉണ്ട്, ഓൾ ഇൻജസ്റ്റിസസ് കനോട്ട് ബി പ്രിവെന്റഡ് ബട്ട് ദർ ഷാൽ നോട്ട് ബി നോ ഇൻസ്റ്റൻസ് വെയറിൻ ലോസ് ജസ്റ്റിസ് ഇസ് റിസ്റ്റോർഡ്. റിസ്റ്റോറേഷൻ ഓഫ് ലോസ് ജസ്റ്റിസ് വേണം. ദർ ഷുഡ് ബി ആൻ എൻഡ് ഫോർ ഓൾ നോൺസെൻസസ്. ഇതിനു വേണ്ടിയാണ് അവർ പോരാടേണ്ടത്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും കൊടുക്കുന്ന ന്യൂസ് സൈറ്റിനെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ മനുഷ്യ സമൂഹത്തോട് കാണിക്കുന്ന ഈ നിസ്സീമായ സ്നേഹം ഈ പൊതുസമൂഹം എന്ന് ഓർക്കുമെന്ന് ഞാൻ പറയാൻ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ടാണ് ശ്രീ മനാഫ്, ഇത്തരത്തിൽ ഈ പോലീസ് സംവിധാനം അല്ലെങ്കിൽ അന്വേഷണ സംവിധാനത്തിന് അപ്പുറത്ത് കോടതി പോലെയുള്ള സംവിധാനങ്ങളെ ആക്ഷൻ കമ്മിറ്റി സമീപിക്കുന്നുണ്ടോ? അത്തരം നിയമ ഉപദേശങ്ങൾ ആ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു വലിയൊരു സംഘം അഡ്വക്കേറ്റ്സ് ഇതിന്റെ പിന്നിലുണ്ട്. എന്നിരുന്നാലും സാറിനോട് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കേരളത്തിനെ പോലെ നമ്മൾ കേരളത്തിൽ ഇരുന്ന് കാണുന്ന മാതിരിയല്ല മറ്റ് സ്റ്റേറ്റുകളിലെ ഗ്രാമങ്ങളിലെ അവസ്ഥ. വളരെയധികം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രഭുക്കന്മാരും ഭരണാധികാരികളും അവരാണ്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാട്ടം നടത്തുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഈ ഒരു ഭൂപ്രഭുക്കന്മാര് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇങ്ങനത്തെ ഗ്രാമങ്ങളിലും അവർക്കൊരു വലിയ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാവും. അതില് അവരാണ് ആ നാട് ഭരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ ഉണ്ട്. എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് മീഡിയ കോർഡിനേറ്റർ എന്നുള്ള ഒരു ജോലിയാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പൊ ഈ ഒരു ജോലിയില് ഞങ്ങളെ ഇന്നെ പോലെയുള്ള ഒരു മലയാളിനെ ഏൽപ്പിക്കാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു വിഷയം, അർജുന്റെ വിഷയം, നമ്മൾ ശിരൂരിലെ വിഷയം നമ്മള്
കൈകാര്യം ചെയ്ത രീതിയും മലയാളികൾ എപ്പോഴും പ്രതികരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. കേരളത്തിന്റെ സഹായം ഈ ആളുകൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. നമ്മളെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞ കേസിന് മൊത്തം മലയാളികളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇതിനെ പിന്തുടരുക. ഈ ഒരു ഇതിന്റെ അവസാനം വരെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് നിൽക്കാൻ കഴിയും. തീർച്ചയായും അവിടെ ദേശത്തിന്റെ അതിർവരമ്പുകൾ ഒന്നും നോക്കേണ്ടതില്ല. തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ സഹോദരങ്ങളാണ്. ഈ മരണപ്പെട്ടവരൊക്കെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണെന്നുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുക. അപ്പോഴേ നമുക്ക് എന്താ പറയുക, ഈ പാവപ്പെട്ട 1000-ൽ പരം പറയുന്നുണ്ട്. എത്ര ഉണ്ട് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഈ ആളുകൾ പുറത്തു വരാത്തവരായി ഉണ്ടാകും. ശ്രീ വിനോദ്, താങ്കൾ കൈ കാണിച്ചത് കൊണ്ടാണ് എനിക്ക് സമയം അവസാനിച്ചെങ്കിലും പോയിന്റ് ഞാൻ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞോളൂ. മനാഫ് നടത്തുന്ന ഈ ഇടപെടൽ, മനാഫ് നേരത്തെ ശിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായപ്പോൾ നടത്തിയ ഇടപെടൽ, ശിരൂരിൽ അർജുനെ വീണ്ടെടുക്കണം എന്നുള്ള നിലയിലുള്ള ഒരു ക്യാമ്പയിൻ കേരളം മുഴുവൻ ഏറ്റെടുത്തപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയ നിരവധി ജീവൻ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ധർമ്മസ്ഥല എന്ന് പറയുന്നത് നമ്മുടെ മൂകാംബിക ഉൾപ്പെടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിം സെന്റർ എന്നുള്ള നിലയിൽ മൂകാംബികയിലേക്ക് പോകുന്നവർ ധർമ്മസ്ഥലയിലും സുബ്രഹ്മണ്യത്തും അതുപോലെ തന്നെ ഉടുപ്പിയിലും ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളും കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ പല മലയാളി പെൺകുട്ടികളുടെ മൃതശരീരം അവിടെ സെറ്റുമുണ്ടുടുത്ത് കാണപ്പെട്ടു എന്നുള്ള തരത്തിൽ പറയും. മലയാളികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നേ. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് അതെ, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ധൈര്യപൂർവ്വം സുരക്ഷിതമായി പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ആ സ്ഥലത്തിന്റെ പേര് തന്നെ ധർമ്മസ്ഥലം എന്നാണ്. അവിടെ അധർമ്മം നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതൊരൽപ്പം വൈകിയാണെങ്കിൽ പോലും അതിനുള്ള പോരാട്ടത്തിൽ ന്യൂസ് 18 ഭാഗമാകുന്നുണ്ട്. അതൊരു തീർത്ഥാടന കേന്ദ്രത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അവിടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അടക്കം എല്ലാവർക്കും സുരക്ഷിതമായി തന്നെ എത്താൻ പറ്റുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടേണ്ടത്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.